മഴ കിട്ടാതെ വന്നാൽ, മഴ പെയ്യാതെ വന്നാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നിസ്കരിക്കണം. സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയെ തേടിയുള്ള നിസ്കാരം വേണം. ആ നിസ്കാരമാണ് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം നിർവഹിക്കുന്നത്. മഴയെ തേടിയുള്ള നിസ്കാരം നടക്കുമ്പോൾ 12,000-ഓളം ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം നിസ്കാരം അല്ലാഹുവിനോട് മഴ കിട്ടാൻ വേണ്ടി സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് നിൽക്കുകയാണ്. ദുആ ചെയ്തിട്ടുണ്ട്. നിസ്കാരം നടന്നിട്ടും മഴ കിട്ടുന്നില്ല. അല്ലാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹ്, മൂസ നബി ചോദിക്കാൻ, പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്തിട്ട് ഞങ്ങൾക്ക് മഴ തന്നില്ലല്ലോ അല്ലാഹ്, എന്തേ മഴ തരാത്തത്? ഫീക്കും, നിങ്ങളിൽ ഒരാളുണ്ട്, യുജാഹിറുനീ ബിൽ മഅസിയതി മുൻദു 40 സന, 40 വർഷമായിട്ട് തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരാൾ നിങ്ങളിലുണ്ട്. അയാൾ പുറത്തു പോവാതെ മഴ കിട്ടില്ല. 40 കൊല്ലായിട്ട് ഞാൻ പറഞ്ഞു കേൾക്കാത്ത ആളാണ്. മിനിമം ഒരു 55 വയസ്സുണ്ടാവും. പ്രായപൂർത്തിയായ മുതൽ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം. മൂസ നബി പറഞ്ഞു, യാ അല്ലാഹ്, ഞാൻ ഈ 12,000-നോട് വിളിച്ചു പറയാൻ ഇവിടെ സൗകര്യമില്ലല്ലോ റബ്ബേ. ഞാൻ ആരോടത് പറയാൻ? ഇത് കേൾക്കുവോ? 12,000 ആളുകളുടെ കേൾക്കൂലല്ലോ. മൂസ നബിയെ, നിങ്ങൾ പറഞ്ഞോളൂ, വഅലൈനൽ ബലാഗ്, അത് എത്തിച്ചു കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണ് മൂസ നബിയെ. മൂസ നബി പറഞ്ഞു, നിങ്ങളിൽ 40 വർഷമായി അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ ജീവിക്കുന്ന, സ്രഷ്ടാവിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരാളുണ്ട്. അയാൾ പുറത്തു പോയാൽ മഴ ലഭിക്കും. ആ മനുഷ്യൻ ഇങ്ങനെ നോക്കുന്ന യമീനം വശിമാലൻ, ആരെങ്കിലും പോകുന്നുണ്ടോ അടുത്തുനിന്ന്? ഞാനല്ലാത്തൊരു 40-50 കഴിഞ്ഞ ആൾ വേറുണ്ടോ? ഫലം യജിദ് അഹദൻ, ആരും പോണില്ല. മൂസ നബി പറയും ചെയ്തു, 40 കൊല്ലായിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരാൾ ഈ കൂട്ട്, അയാൾ പുറത്തു പോയാൽ മഴ കിട്ടും. ആ മനുഷ്യനെ നിബിതങ്ങളെ ഹദീസ് പഠിപ്പിച്ചു തരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രംഗം ആലോചിച്ച് നോക്കിയെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ പെട്ടുപോയത് എന്താ അവസ്ഥ? സാമാർ ചോദിക്കൂലേ, ഓമർജ ചെയ്യാത്തോലെ, എന്നോട് ചോദിക്കാന്നാ മതിയായിരുന്നു എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കൂലേ? അല്ലാഹുവേ, ആരും പോണില്ലല്ലോ, ആരും പോയില്ലല്ലോ റബ്ബേ. ലാ തഫ്ളഹ്നീ, എന്നെ അപമാനിക്കല്ല പടച്ചവനെ. 40 വർഷമായി നിനക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ട് നീ എന്നെ മറച്ചു വെച്ചുവല്ലോ. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തുതാ അല്ലാഹ്. 12,000 ആളുകൾ നിൽക്കുന്ന നൃത്തത്തിൽ തലതാഴ്ത്തി നിന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പറഞ്ഞു, അല്ലാഹുവേ, നീ എന്നെ മാനം കെടുത്തല്ല റബ്ബേ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിപ്പോയാൽ 12,000 ആളുകൾ, ബനൂ ഇസ്രായേലുകൾ മുഴുവനും എന്നെ കാണും. ഞാൻ ആ അപരാധി എന്നവരെന്നെ പറ്റി അറിയുമല്ലോ. നീ എന്നെ മറച്ചു വെച്ചുവല്ലോ. അല്ലാഹുവേ, അപമാനിക്കല്ലേ എന്ന് 12,000-ത്തിനിടക്ക് വെച്ച് ഈ മനുഷ്യൻ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, മഴ വരുന്നു, തുരുതരാ മഴ വരുന്നു, മഴ വരുന്നു. ഒരു കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന പോലെ മഴ വരുന്നു. അല്ലാഹുവേ, ഈ 12,000-ൽ ഒരാൾ പോലും പുറത്തു പോകുന്നതിന്റെ മുമ്പ് നീ മഴ തന്നുവല്ലോ അല്ലാഹ്. എന്തു പറ്റി? അള്ളാഹുവിന്റെ മറുപടി വന്നു, കലീമുല്ലാഹി മൂസ നബിക്ക്, മൂസ നബിയെ, മുതിർത്തും ബില്ലദീ മനഅ, ആര് കാരണമായിരുന്നോ ഞാൻ മഴ തരാതിരുന്നത്, ആ മനുഷ്യൻ കാരണം ഞാൻ നിങ്ങൾക്ക് മഴ തന്നിരിക്കുന്നു. അയാൾ തൗബ ചെയ്ത് മടങ്ങി മൂസ നബിയെ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മഴ തന്നിരിക്കുന്നു. മൂസ നബി ചോദിച്ചൊരു ചോദ്യം, വല്ലാത്ത കൗതുകമുള്ളൊരു ചോദ്യം, അല്ലാഹുവേ, ഈ 12,000-ൽ ഒരു മനുഷ്യൻ കാരണമാണ് ഞങ്ങൾക്ക് നീ മഴ തന്നതെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ അല്ലാഹ്? ഒന്ന് കൈപിടിക്കാലോ, ഒന്ന് ദുആ ചെയ്യിപ്പിക്കാലോ, ഒന്ന് ഒരു റെക്കഗ്നിഷൻ കൊടുക്കാലോ, എന്തെങ്കിലും ആവാം. അല്ലാഹ് പറഞ്ഞു, മൂസ നബിയെ, എനിക്ക് തെറ്റ് ചെയ്തു കഴിഞ്ഞ 40 വർഷം ഞാൻ അയാളെ അപമാനിക്കാതെ ഒളിപ്പിച്ചു വെച്ചില്ലേ? ആ മനുഷ്യൻ തൗബ ചെയ്തു കഴിഞ്ഞിരിക്കെ ഇനി ഞാൻ അയാളെ അപമാനിക്കാൻ പറ്റുമോ മൂസ നബിയെ? എന്ന് പറഞ്ഞില്ല. 40 വർഷം ഞാൻ പറഞ്ഞു തരാതിരുന്നില്ലേ അയാൾ തെറ്റ് ചെയ്തിരുന്നപ്പോ?
ഇപ്പോൾ അയാൾ നല്ല മനുഷ്യനല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരില്ല. അപ്പൊ നിങ്ങൾക്ക് പഴയകാലം ഓർമ്മ വരും. നാട്ടുകാരെങ്ങനെയാണ്? കള്ളുടിച്ച് നടന്ന ചെറുപ്പക്കാരൻ നന്നാവാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഒരാളെ കമന്റ്, ഈ എന്താ 2 കാലിൽ നടക്കുന്നത്, 4 കാലിൽ നടന്ന ആളല്ലേ, ഈ ചെറുപ്പക്കാരൻ നന്നായി വരികയാണ്. അപ്പൊ ഒരുത്തന്റെ കമന്റ്, എന്തെങ്കിലുമൊക്കെ വേദമൊക്കെ കേട്ട് ഉസ്താദന്മാരെ ഉപദേശമൊക്കെ കേട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി അവല് സഫല്, പടച്ചോനെ ഇതെന്താടോ, ഇത് സിനിമാ തിയേറ്റർ അല്ലത് പള്ളിയാണ്, ഇത് മറന്നു വന്നതാണോ? എന്താ ചെയ്യാ? ആ ചെറുപ്പക്കാരൻ പിന്നെ വരുമോ? നമ്മൾ പഴയ കാലത്തെ മറക്കൂല, നന്നാവാൻ ആളുകൾക്ക് അവസരം കൊടുക്കൂല. ഒരാൾ നന്നായി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? പഴയ കഥയെ പറയാം, പഴയ കഥ പറയും. പണ്ട് അങ്ങനെ ഇരുന്നു. അള്ള പുറത്തു കൊടുക്കണേ, നിനക്കെന്താ പ്രശ്നം? അള്ള പുറത്തു കൊടുക്കൂലേ? അല്ലാഹു ഗഫൂറുർ റഹീമല്ലേ? മനുഷ്യന്മാർ ഇങ്ങനെ ഈ കടിച്ചു കീറുന്ന ഈ ഒരു സ്വഭാവനി എന്നാ മാറ്റുക? അല്ലാഹു ആലം, അല്ലാഹു ആലം, അല്ലാഹു ആലം. اللهم أصلحنا وأصلح أمتنا وإمتنا وولاتنا وولاة أمورنا آمين يا رب العالمين. അള്ളാഹു മറച്ചു വെച്ചു കൊടുത്തു എന്നാ മൂസ നബിക്ക് പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞു കൊടുക്കുമ്പോ അള്ള പുറത്തു കൊടുത്തതാ മൂസ നബി ഹൈലൈറ്റ് ചെയ്യുന്നത്. നാട്ടുകാരെന്താ പറയാ? 40 കൊല്ലം വഴിവിട്ടാണ് നാളാണല്ലേ വിചാരിക്കും നാട്ടുകാർ പറയാ. അതുകൊണ്ട് അള്ള പേര് പറഞ്ഞു കൊടുത്തില്ല. സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹു ഇത്രക്കും റഹീമാ. അല്ലാഹുവേ, മഴ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നിസ്കാരം വേണം, സ്വലാത്തുൽ ഇസ്തിസ്ഖാ വേണം, മഴ കിട്ടാൻ വേണ്ടി നിസ്കരിക്കാൻ വരണം. സന്തോഷമുണ്ടാകുമ്പോൾ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ജോലി തുടങ്ങണം, ഒരു കച്ചവടം തുടങ്ങണം, ഒരു ബിസിനസ് തുടങ്ങണം, ഒരു കോഴ്സ് പഠിക്കാൻ പോകണം. മുന്നിട്ടിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏത് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കാൻ പ്രയാസം വരുമ്പോ നിസ്കരിക്കണം. സ്വലാത്തുൽ ഇസ്തിഖാറ, അല്ലാഹുവിനോട് ഖൈർ ചോദിച്ചുകൊണ്ടുള്ള നിസ്കാരം നിസ്കരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക അല്ലാഹുമ്മ മിൻ ഫദ്ലികൽ അളീം. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നബി തങ്ങൾ ഒരു സൂറത്ത് പഠിക്കുന്ന പോലെ ഇസ്തിഖാറത്തിന്റെ ദുആ സ്വഹാബത്തിനെ പഠിപ്പിക്കുമായിരുന്നു. ഏതൊരു വിഷയവും മുന്നിട്ടിറങ്ങുമ്പോൾ അല്ലാഹു ആ വിഷയം എളുപ്പമാക്കി തരാൻ ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നിസ്കാരം നമ്മളത് ചെയ്യാറുണ്ട്. ഒരു പെണ്ണ് കാണാൻ പോകുമ്പോ സ്വന്തം മോന് പെണ്ണ് കാണാൻ വേണ്ടി പോവാൻ, പടച്ചവനെ ഞാൻ നിങ്ങൾ പോകുന്ന വിഷയം ഖൈറാണെങ്കിൽ അടുപ്പിച്ചു തരണം റബ്ബേ. ആ ഉമ്മയും വാപ്പയും 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം. ആ ചെറുപ്പക്കാരെ 2 റക്അത്ത് നിസ്കരിച്ചു. അല്ലാഹുവിനോട് ഇസ്തിഖാറത്തിന്റെ ദുആ ചൊല്ലി ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇൻ കുൻത തഅലം, അല്ലാഹുവേ ഞാൻ ഈ മുന്നിടുന്ന വിഷയം ഖൈറാണെങ്കിൽ അടുപ്പിച്ചു തരണമേ, അത് ഖൈറല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഇങ്ങനെ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം ഏതൊരു ജോലിക്കിറങ്ങുമ്പോ ഇസ്തിഖാറത്ത് വേണം. കൺഫ്യൂഷനായാൽ എന്ത് ചെയ്യണമെന്നറിയില്ല. 2 ഓഫർ വന്നു, എന്ത് സ്വീകരിക്കണം? ഇസ്തിഖാറത്തിന്റെ നിസ്കാരം അവിടെയും നിസ്കാരമാണ്. ഒരു തെറ്റ് ചെയ്താൽ നിസ്കരിക്കണം. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്, തിന്മകൾ അല്ലാഹു പൊറുപ്പിച്ചു കളയും. നിങ്ങളുടെ നിസ്കാരം കാരണം സുന്നത്ത് നിസ്കരിക്കാം. തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഒരു പ്രയാസം വന്നാൽ, മനസ്സ് സങ്കുചിതമായാൽ, മനസ്സ് ഇടുങ്ങിപ്പോയാൽ, ഡിപ്രഷൻ വന്നു, ഡിസപ്പോയിന്റ്മെന്റ് വന്നു, എന്തെന്നില്ലാത്ത മനോകാഠിന്യം വന്നു, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അല്ലാഹു അക്ബർ മുസല്ല വിരിച്ച് കഅബാലയത്തിലേക്ക് മുഖം തിരിച്ച് ഭവ്യതയോടുകൂടെ തക്ബീർ ചൊല്ലി 2 റക്അത്ത് നിസ്കരിച്ചാൽ അലിഞ്ഞു പോവാത്ത, ഉരുകിത്തീരാത്ത സങ്കടങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ? സൂര്യന് ഗ്രഹണം സംഭവിച്ചാൽ നിസ്കാരം, ചന്ദ്രന് ഗ്രഹണം സംഭവിച്ചാൽ നിസ്കാരം. സ്വലാത്തുൽ ഖുസൂഫും ഉണ്ട്. എല്ലാത്തിനും പരിഹാരം നിസ്കാരം. മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബിൻതു ഇമ്രാൻ എന്നവരുടെ പൊന്നുമോൾ മറിയം റളിയല്ലാഹു അൻഹാ, നബി തങ്ങൾ പറയുമായിരുന്നു, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടല്ലോ, ലം യഖ്മുൽ മിനൻ നിസാഇ ഇല്ലാ ആസിയതു ഇംറഅതു ഫിർഔൻ വ മറിയം ബിൻതു ഇമ്രാൻ. സഹോദരിമാരിൽ അങ്ങേ അറ്റത്തെ പരിപൂർണത ലഭിച്ചത് 2 മഹദികൾക്കാണല്ലോ. ഒന്ന് ഫറോവയുടെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹാ, മറ്റേത് ഇമ്രാൻ എന്നവരുടെ പൊന്നുമോൾ മറിയം റളിയല്ലാഹു അൻഹാ. പെണ്ണുങ്ങളിൽ പരിപൂർണത ലഭിച്ച നബിതങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ മഹദികൾ, പരിപൂർണത ലഭിച്ചവർ വേറെയുമുണ്ട്. ഖദീജത്തുൽ കുബ്ര വ
ഫാത്തിമത്തു الزهراء وعائشة الصديقة. നബിയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവിടുത്തെ ഭാര്യമാർ. പക്ഷേ ഈ ഉമ്മത്തിന്റെ മുമ്പ് കഴിഞ്ഞു പോയവരിൽ പരിപൂർണത കിട്ടിയത് ആസിയ ബീവിക്കും മറിയം ബീവിക്കും മാത്രമാണ്. ആ മറിയം ബീവിയെ അല്ലാഹു തിരഞ്ഞെടുത്തത് അവരുടെ നിസ്കാരം കൊണ്ടല്ലേ. وَإِذْ قَالَتِ الْمَلَائِكَةُ മാലാഖമാർ പറഞ്ഞ നേരം ഒന്ന് ഓർക്കൂ നബിയേ. യാ മറിയമോ, ഓ മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി, അല്ലാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വതഹറകി, നിങ്ങളെ ശുദ്ധിയാക്കി തന്നിരിക്കുന്നു. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, ലോക സഹോദരിമാർക്ക് മേൽ നിങ്ങൾക്ക് അല്ലാഹു സ്ഥാനം നൽകിയിരിക്കുന്നു മറിയമേ. യാ മറിയമു, അതുകൊണ്ട് മറിയമേ, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ഒരുപാട് ചെയ്യണേ മറിയമേ. വസ്ജുദി, നിങ്ങൾ ധാരാളം സുജൂദ് ചെയ്യണേ. വർകഈ മഅർ റാകിഈൻ, നിസ്കരിക്കുന്നവരോടുകൂടെ ഇനിയും നിസ്കാരം വർദ്ധിപ്പിക്കണേ. നിസ്കാരമുണ്ടായിരുന്ന മഹദിക്ക് അല്ലാഹു വലിയൊരു സ്ഥാനം കൊടുത്തപ്പോ, ലോക സ്ത്രീകളെക്കാളും മഹത്വം കൊടുത്തപ്പോ അതിന് നന്ദി ചെയ്യാൻ അല്ലാഹു നിർദ്ദേശിച്ചത് ഇനിയും നിസ്കരിക്കണം. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞ് നിർത്തിപ്പോരല്ല പെണ്ണേ. സഹോദര സഹോദരി, നിസ്കാരത്തിന്റെ ഖബലിയും ബഅദിയുമായ സുന്നത്തുകള്, ഒരു ദുഹാ നിസ്കാരം 2 റക്അത്ത് സൂര്യോദയം കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് വരെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ശരീരത്തിലെ എല്ലാ ജോയിന്റുകൾക്കും അല്ലാഹുവിനോട് ചെയ്യുന്ന ശുക്റാണത്. സന്ധിവേദനക്ക്, മുട്ടുവേദനക്ക്, ഊരവേദനക്ക് പരിഹാരമുണ്ടെന്ന് വൈദ്യരെ കണ്ടോ, ഡോക്ടറെ കണ്ടോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ മുഹാഇന്റെ 2 റക്അത്ത് കൂടെ നിസ്കരിക്കാൻ മറന്നുപോവല്ലേ. ഇജ്അലൂ ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിസ്റാ, കടന്നുറങ്ങാൻ പോകുമ്പോൾ രാത്രി അവസാനം രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കും നിസ്കാരം വിത്ർ നിസ്കാരമാക്കണേ എന്ന് ഹബീബ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ശീലമാക്കിയെടുക്കുന്നത്, നിസ്കാരം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക് അല്ലാഹു സ്ഥാനം തരാൻ കാരണമാണ്. നിങ്ങൾക്ക് സ്ഥാനം തരുന്നത് പെണ്ണെ കൈകളിൽ 19 പവന്റെ വള അളയുമ്പോഴല്ല, മാല ചാർത്തുമ്പോഴല്ല. നിങ്ങൾക്ക് അല്ലാഹു സ്ഥാനം തരുന്നത് വിലപിടിപ്പുള്ള വലിയ വിലപിടിപ്പുള്ള വസ്ത്രം അണിയുമ്പോഴല്ല പെണ്ണെ. നിങ്ങൾക്ക് അല്ലാഹു സ്ഥാനം തരുന്നത് നിങ്ങൾ അല്ലാഹുവിന് എത്ര സ്ഥാനം മനസ്സിൽ കൊടുത്തിട്ടുണ്ടോ അതനുസരിച്ചാണ് നിങ്ങളുടെ സ്ഥാനം. ഇത് മനസ്സിലാക്കിയ വിഷയം തോന്നും. കുറേ വളക്കെട്ട് കല്യാണത്തിന് പോകൂലേ, റബ്ബേ ഞാൻ മറ്റോലൊക്കെ ഞെട്ടിച്ചിട്ടുണ്ടാവുന്ന ഓല് പറയും. ഒന്നുകിൽ വലിയ അസൂയക്കാരി പെണ്ണുങ്ങളാണെങ്കിൽ എന്ത് പറയും, മുഴുവൻ റോഡ് ഗോൾഡായിരിക്കും. ഒന്നുകിൽ അത് പറയും. വേറൊരുത്തി പറയും ചിലപ്പോൾ എന്ത്, ഓളെ വിചാരപ്പോൾ ഓൾക്ക് മാത്രമേ ഉള്ളൂ എന്ന്. എൻ്റെ പെരിയിലേ എൻ്റെ പെട്ടി മുഴുവൻ നിറഞ്ഞെടുക്കുക, ഞാൻ ഇടാതെ വന്നത് ബോറല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഉണ്ടാവില്ല ചിലപ്പോൾ. എന്നാലും അങ്ങനെ പറയും. ഇങ്ങനെ അസൂയക്കാരെന്തെങ്കിലും ഇവളിപ്പോ പോയതിപ്പോ വലിയ ഇജ്ജത്ത് കിട്ടാനാ, കിട്ടിയോ? അവൾ മാത്രം ഒറ്റക്കൊരു മൂലക്ക് നിൽക്കുന്നു, ഓളൊരു പൈസക്കാരി, നമ്മളൊന്നും ഇല്ലാത്തവരാ എന്ന് വേറൊരു ദാത്താൻ്റെ വക കമന്റും. എന്നാ പിന്നെ ഓൾ ഒറ്റപ്പെട്ടു ആ കല്യാണത്തിന്. എന്തിനേപ്പ് ചെയ്തത്? സ്ഥാനം കിട്ടാൻ. നമ്മൾ ചെയ്യുന്ന അലങ്കാരങ്ങളല്ല, അതുകൊണ്ടല്ല അള്ളാഹു സ്ഥാനം തന്നത്. എന്തുകൊണ്ട്? ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹ്ക്ക് നമ്മൾ എത്ര സ്ഥാനം കൊടുത്തു, നമ്മുടെ നിസ്കാരത്തിൽ എത്ര സ്ഥാനം അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്തു, അതനുസരിച്ചാണ് നമ്മുടെ മർത്തബ. അള്ളാഹു നമ്മുടെ ദറജയെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു ഉയർത്തി തരട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മൾ ഇൽമ പഠിപ്പിക്കാൻ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു കൊടുക്കട്ടെ.